ഓപ്പറേഷൻ സിന്ദൂർ. ആ സിന്ദൂർ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുതുതായി വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന പുതിയ വിവരമാണ് സർക്കാർ പങ്കുവയ്ക്കുന്നത്. ഒപ്പം UAE ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം, പ്രകോപനത്തിലേക്ക് പോകരുത്, തർക്കങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് UAE ഘട്ടത്തിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് ബി ബാലഗോപാലും അർജുൻ പീതാംബരനും ബസന്തും ഒക്കെ അതിൽ ഇപ്പോൾ ഒരു കൗതുകമുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര്, അതിന് ഒരു കണ്ണീരിന്റെ സ്വരമുണ്ട്, കണ്ണീരിന്റെ മറുപടിയുണ്ട്, നമ്മുടെ ഉചിതമായ ചെറുത്തുനിൽപ്പുണ്ട്, ഉചിതമായ തിരിച്ചടിയുണ്ട്. ആ പേര് നൽകിയത് പ്രധാനമന്ത്രിയാണ് എന്ന വിവരം വരുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഓർമ്മയുണ്ടാകുമല്ലോ പ്രേക്ഷകർക്ക് എല്ലാവർക്കും. ഹിമാൻഷു എന്ന ഒരു പെൺകുട്ടി മധുവിന് പോയ ആ ഉല്ലാസ യാത്രക്കിടയിൽ ഭർത്താവിന് നഷ്ടമായ അവളുടെ കണ്ണീർ, ആ മൃതദേഹത്തിന് അരികിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഇരുന്നത്, പിന്നീട് ഞങ്ങൾക്ക് നീതി വേണമെന്ന അവളുടെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം മെയ് 1 ഭർത്താവിന്റെ പിറന്നാൾ ദിനത്തിൽ കർണാടകയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അവർ സംസാരിച്ചത് ഭീകരതയ്ക്ക് മതത്തിന്റെയും മറ്റ് മുഖമില്ല എന്ന് പറഞ്ഞത്, പക്ഷെ ഞങ്ങൾക്ക് നീതി വേണം എന്ന് പറഞ്ഞത്, അതൊക്കെ നമ്മൾ കേട്ടതാണ്, രാജ്യം കേട്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ തിരിച്ചടി. ഓരോ അമ്മമാർക്കും വിധവകൾക്കും എല്ലാം രാജ്യത്തിനാകെയുള്ള കണ്ണീരൊപ്പലായി ഈ തിരിച്ചടി മാറുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നതാണ് വിവരം. ആ വിവരം പങ്കുവയ്ക്കാനായി നമുക്കൊപ്പം അർജുൻ പീതാംബരനുണ്ട്. അതെ അർജുൻ, ആരാണ് ഈ പേര് നൽകിയത് എന്നത് തുടക്കം മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കൊപ്പം ചേർന്ന അതിഥികളും പറയുന്നത് അത് തന്നെയായിരുന്നു. ആരായാലും ഒരു വലിയ സല്യൂട്ട് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോഴിത് ആ വലിയ സല്യൂട്ട് കൊടുക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് എന്ന് നമുക്ക് വാർത്തകളിലൂടെ വ്യക്തമാകുന്നു. വിശദാംശങ്ങൾ എന്താണ് അർജുൻ? തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം ഈ ദൗത്യം മുഴുവൻ തത്സമയം വീക്ഷിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് കൃത്യമായി ഓർമ്മയുണ്ട്, കർണാടക സ്വദേശിയെ വധിച്ച് അയാളുടെ ഭാര്യയോട് ഭീകരർ പറഞ്ഞത്, നിന്നെ ബാക്കി വെച്ചത് മോദിയോട് പോയി പറയാനാണ് എന്നുള്ളൊരു വാക്ക് ഭീകരർ ആ പെൺകുട്ടിയോട്, ആ യുവതിയോട് പറഞ്ഞത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ട്. അതെല്ലാം എടുത്ത് മോദിയും പറഞ്ഞിരുന്നു. മോദിയും പല തവണ പല പൊതു ചടങ്ങുകളിൽ, പൊതുവേദികളിൽ പറഞ്ഞിരുന്നു, തിരിച്ചടി ഉണ്ടാകും, അതിൻ്റെ പ്രഹരശേഷി പാകിസ്ഥാനികൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നുള്ള കാര്യം പ്രധാനമന്ത്രിയും പലയിടത്തും പറഞ്ഞതാണ്. അതേ കാര്യം ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആവർത്തിച്ചതാണ്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ ഒരു പേരും ഇട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറയുക. അതായത് പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിക്കുന്നു. അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള പേര്, ഏറ്റവും ഉചിതമായിട്ടുള്ള പേര് ഓരോ ഇന്ത്യക്കാരനും ഓരോ പാകിസ്ഥാനികളും മറക്കാൻ സാധിക്കാത്ത തരത്തിലൊരു പേര് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. പുരുഷന്മാരെ, ഭർത്താക്കന്മാരെയും അച്ഛന്മാരെയും ഒക്കെ തിരിഞ്ഞു പിടിച്ച് വധിച്ച് അവരുടെ ഭാര്യമാരോടും മക്കളോടും പറഞ്ഞു, പോയി നിങ്ങളുടെ രാജ്യത്തോട്, രാജ്യത്തിൻ്റെ തലവന്മാരോട് പറയൂ, ഇത് ഞങ്ങൾ നൽകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വരുത്തി വെച്ചതാണ് എന്നുള്ളത്. അത് അവരെല്ലാം കേന്ദ്രത്തോട് പറഞ്ഞു, കേന്ദ്ര തലവന്മാരോട് പറഞ്ഞു. അതിനുള്ള മറുപടി കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. 2 തലങ്ങളിലാണ് ഇന്ത്യ ഇന്ന് ആക്രമണം നടത്തിയത്, നടപടികൾ നടത്തിയത്. ഒന്ന് സൈനിക തലത്തിലാണ്, അത് ഏകദേശമല്ല, അത് പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് നയതന്ത്ര തലത്തിലാണ്. ഇപ്പോഴും ഈ ഒരു ചെറുത്തുനിൽപ്പ്, അതായത് തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യക്കൊപ്പം മറ്റു ലോകരാജ്യങ്ങളും പക്ഷം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ നീക്കി തുടങ്ങിയിരിക്കുന്നു. അമേരിക്ക, റഷ്യ, UK, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങളോട് തങ്ങൾ നടത്തിയ ദൗത്യം എന്താണ് എന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങൾ പങ്കുവെച്ചു. 9 ഭീകര കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് എന്നുള്ള വിശദ വിവരങ്ങൾ പങ്കിട്ടു. അതിലിപ്പോൾ ഓരോ രാജ്യങ്ങളായി ഇന്ത്യക്ക് പിന്തുണ അർപ്പിച്ച രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പറയുന്നു, ഇന്ത്യക്ക് മറുപടി നൽകാനുള്ള എല്ലാ അവകാശവുമുണ്ട്, അത് നൽകേണ്ടത് തന്നെയായിരുന്നു. ഭീകരവാദത്തോട് ഒരിക്കലും ഇനി ലോകം ഒരു സീറോ ടോളറൻസ് ആയിരിക്കണമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. UAE പറയുന്നു, സംയമനം പാലിക്കണം, അതിൽ പാകിസ്ഥാനോടായിട്ടാണ്, പ്രകോപനം പാടില്ല എന്നുള്ള കാര്യവും, തർക്കം പരിഹരിക്കാൻ നടപടി വേണം.